ആരോ ഒരു സബ്സ്ക്രൈബർ വയലറ്റ് ചെടി ചോദിച്ചു, ഏതാന്ന് പിടി കിട്ടിയില്ല കേട്ടോ. പറയുമ്പോ അപ്പൊ പറയും യൂസ്ലെസ് മുളകാന്ന്. അതെന്നാന്നോ ഇപ്പൊ മഴ എങ്ങാ വന്നു കഴിഞ്ഞാൽ ഞാൻ വാക്കത്തിയും കൊണ്ട് വെട്ടും. ഒരു മനോനിലവാര എന്നെ ചെയ്യണേപ്പ. ശരി, വേറൊരു സംഭവം കാണിച്ചു തരാം. ഈ ഇങ്ങനെ മഴ പെയ്യണ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ കഴിക്കാൻ ആർക്കാ താല്പര്യമൊന്നൊന്നാ ഷെയർ ചെയ്യും. അതെ, പുറകുവശത്തെ മിറ്റത്തേക്ക് കൊണ്ടിരിക്കേ. രാത്രിയിലെ കാറ്റിന് ഇച്ചിരി കരിയില വീണ കണ്ടോ? പിറ്റം കണ്ടോ? അതെ, പാത്രം കഴുകാണ്ട് ഇവിടെ കുറച്ചുകൂടെ എഴുതൽ പോകാനുണ്ട്. ഇതൊക്കെ പറയണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുറകുവശത്തെ മിറ്റം ഒന്ന് ഇറങ്ങണേടെ മാത്രമേ ഞാൻ അടിക്കുന്ന സമയങ്ങളിൽ അടിക്കുകയുള്ളൂ. ഞാൻ പറയാറുണ്ട്, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ മന്നൂർ വരുമ്പോഴാണ് ഫുള്ളായിട്ട് നീറ്റ് ആക്കണം എല്ലാ കാര്യങ്ങളും. അതുപോലെ ഇവിടെ എഴുകൽ പോകാനായിട്ട് ഞാൻ ചുമ്മാ ചുള്ളുകൊണ്ട് അടിക്കുകയുള്ളൂ. അവർ വരുമ്പോൾ കുമ്മായി ഇട്ട് അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടേച്ചു പോകും. വെള്ളം പൈപ്പിക്കട, ഈ പൈപ്പിക്കട വെള്ളം വീണതുകൊണ്ട് ആ ഭാഗത്ത് എപ്പോഴും കൂടുതൽ എഴുകലുണ്ടാവും. ഡയറക്റ്റ് അങ്ങോട്ടാണ് വീഴണേ. പിന്നെ മഴ പെയ്യണ വെള്ളം ഇതിലെ വീണതും ഉണ്ടാവും. 35 വർഷത്തോളം പഴക്കമുള്ള തൊട്ടിലേ കണ്ടത്. ഉദ്ദേശം ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പം മിറ്റം പിന്നെ മുൻവശത്തെ മിറ്റം കൂടെ കാണിച്ചേച്ച് പറയാം. എൻ്റെ നൈറ്റ് ഞാനൊന്ന് നനച്ച് വെക്കാനായിട്ട് എടുത്തതാട്ടോ, വെയിലുള്ളത് കൊണ്ട്. ഇന്നലെ വന്നപ്പോൾ അവർ മുണ്ടും നൈറ്റി എല്ലാം അലക്കി തന്നേച്ചാ പോയത്. പുള്ളിക്കാരി 3 ആഴ്ച വന്നില്ല, കാരണം സുഖമില്ലായിരുന്നു, പനി പ്രശ്നങ്ങൾ. അപ്പം മാറിക്കഴിഞ്ഞ് വന്നു തുടങ്ങി. ഇനി ആഴ്ചയിൽ 2 ദിവസം വരും. അങ്ങനെയാണ് ഞങ്ങളുടെ ഡെയിലി റുട്ടീൻ പോണത്. അപ്പയുടെ പന്തലിന്റെ അടിയില് അപ്പയെ അറിയാതെ അവിടെ കൊണ്ടുപോകട്ടെ. അതെന്തിനാന്നോ, ചട്ടിയിൽ നിൽക്കണത് എപ്പോഴും ആ ചട്ടി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിലത്തേക്കൊക്കെ ഇങ്ങനെ അടിഞ്ഞു കിടന്ന് പോവുക കുട്ടികൾ. ഞാൻ ചട്ടിയിൽ അവിടെ ഗ്രോ ബാഗിൽ നിപ്പുണ്ട്. ഇത് കുഞ്ഞോളേച്ച് വേരോട് കൂടി കൊണ്ടുവന്നാ എനിക്ക്. ഒരു ബട്ടർഫ്ലൈ പിടിച്ചോ. അപ്പൊ ഞാൻ മണ്ണിൽ വെച്ചാൽ പടർന്നിങ്ങനെ പോന്നോളൂല്ലോ. പുല്ല് കളയാനുണ്ട് കൂട്ടോ അവിടെ. സൂപ്പ് ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ ആകുമ്പോ പറയണ കേക്കട്ടെ, സൂപ്പ. അപ്പൊ ഇവിടെ ആകുമ്പോ പൊട്ടിയലിച്ച് വന്നോളൂ. ഈ പുല്ലൊക്കെ പറിച്ച് ക്ലീൻ ആക്കണം. അപ്പൊ ഇവിടെ ക്ലീനിങ്ങിന് വരുമ്പോ ഇവിടെയൊക്കെ നോക്കിക്കോളും. അതിന് വേണ്ടി അതിന്റെ അടിയിൽ കൊണ്ട് വെച്ചാൽ കോല് കുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നോക്കും അന്നേരം. നർണേന്റെ ചുറ്റും കോല് കുത്തിയില്ലെങ്കിൽ അത് ശരിയാവൂലല്ലേ. കറ്റാർവാഴ നിക്കണുണ്ടോ? അതന്നെ കാട്ടിക്കൊണ്ട് വെച്ചല്ല. ചേട്ടന്മാര് കൊമ്പ് മാവിന്റെ ഇറക്കി ഇപ്പൊ അവിടെ നിന്നിരുന്നേ. അതെല്ലാം ഞാൻ അവിടെ നിന്ന് മാറ്റി ഈ മാവിന്റെ ഇറക്കുമല്ല ഞാൻ ഇച്ചിരി ഇല്ലേ ആത്തച്ചോട്ടിലാ വെച്ചേർന്നത്. അപ്പൊ ഞാനിപ്പോ എല്ലാം ഇറക്കി കഴിഞ്ഞാൽ അവര് പോയില്ലോ ഓൾറെഡി. അപ്പൊ അത് കാരണം ഞാൻ ഇങ്ങോട്ട് മാറ്റി ഇനി വെക്കേണ്ട സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കണം. ആരോ ഒരു സബ്സ്ക്രൈബർ വയലറ്റ് ചെടി ചോദിച്ചു, ഏതാന്ന് പിടി കിട്ടിയില്ല കേട്ടോ. ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാം. എനിക്ക് ഇതിന് മാത്രം ചെടി കളക്ഷൻ ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനൊരു ചെറിയ മടിച്ചിയാ. അപ്പൊ വലിയ ശുശ്രൂഷ ഇല്ലാത്ത ചെടി മാത്രമേ എനിക്കുള്ളൂ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ചെടിയാണ് ആന്തൂറിയം. പക്ഷെ ഇപ്പൊ ഒരു എന്തോരം നഴ്സറികളിൽ ഇവളും ഞാനും ചോദിച്ചു, എല്ലാം മിനിയേച്ചർ ആന്തൂറിയുള്ളൂ, വലിയ ആന്തൂറിയ ഇല്ല. അപ്പൊ എന്റെ ആന്തൂറിയ എല്ലാം ശുഷ്കിച്ച് നിൽക്കുക. പഴയ ആന്തൂറിയങ്ങളത് ഇനി ഒന്ന് മണ്ണ് മാറ്റി ഒന്ന് ശരിയാക്കി നോക്കണം. എങ്ങനെയാവൂന്നൊന്ന് നോക്കാം നമുക്ക്. അമ്മ എന്താ റോസ നടാത്തേന്ന് ചോദിക്കണ്ട. എനിക്ക് അതിന് പിന്നെ മരുന്നടിക്കണം. മമ്മിയുടെ അടുത്ത് നിന്ന് വേണമെങ്കിൽ നാടൻ റോസയുടെ ഒരു കൊമ്പ് കൊണ്ടുവരാം. ആ കിണറിന്റെ അവിടെ നിൽക്കണം. അത് വേണേ കൊണ്ടുവരാം. അത് കൊണ്ടുവന്ന് നമുക്കും കിണറിന്റെ അവിടെ വെക്കാം. കച്ചോലം കാണിക്കണോ? ഞാലക്കൊണ്ടല്ല ചാച്ചൻ പണ്ട് അതൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടോ? എന്നാ വേണ്ട, ഇവിടെ കിളുത്ത് നിൽപ്പുണ്ട്. എന്നാ വേണ്ട. പിന്നെ എന്തേ കറ്റാർവാഴ ദേ വേറെ വന്നിട്ട് നിൽക്കണുണ്ടോ? കുറച്ച് വേറെ ബാക്കി നടണം. പിന്നെ ആഞ്ഞു വന്ന ഈ കാന്താരി അവര് കൊമ്പിറക്കിപ്പാൻ അത് പറഞ്ഞു ഓൾറെഡി. എന്നാ വേണ്ട, നിറച്ചു മുളകായി. മുളക് പിടിച്ചു വെച്ചോ, നിറച്ചു മുളക്. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കാണിക്കാം. സൂചിക്കൊഴുവ ഇച്ചിരി വെള്ളം ഒഴിക്കട്ടെ. അവിടെ നിന്ന് മകളെ ലുലു മാളിൽ നിന്ന് ക്ലീൻ ചെയ്ത് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന സൂചിക്കൊഴുവയാണ്. അപ്പം സൂചിക്കൊഴുവേനെ പറ്റി എപ്പോഴും പറയൂന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ സൂചിക്കൊഴുവേനെ പറ്റി പറയുമ്പോൾ പറയും ക്ലീൻ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ, ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ ക്ലീൻ ചെയ്ത് കിട്ടൂല. ക്ലീൻ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഇത് ക്ലീനിങ്ങോ അത്ര എളുപ്പമല്ല എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം ഇത് അവിടെ നിന്ന് അവൾ ക്ലീൻ ചെയ്യിച്ച് മേടിച്ചുകൊണ്ട് വന്നതാണ് സൂചിക്കൊഴുവ. അപ്പം അത് നീ ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് അരപ്പ് വരട്ടി വെച്ച് നമുക്ക് വറക്കുമ്പോൾ കാണിക്കാം. ഇതാണ് ഏറ്റവും ടേസ്റ്റ് വറക്കാൻ എന്നാ പറയണേ, സൂചിക്കൊഴുവ. പലതരത്തിലുള്ള കൊഴുവകളുണ്ടല്ലോ. കഴുകി 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 വെള്ളി നിറാവും. കല്ലുപ്പല്ലേ അമ്മ ഇടണേ? കല്ലുപ്പില്ല, അത് കാരണം പൊടിയിപ്പിട്ട. ഞാനും ഓർത്തു അമ്മ കല്ലുപ്പല്ലേ ഇടാറുണ്ട് സാധാരണ. മെനയായിട്ട് കഴുകിയെടുക്കട്ടെ കേട്ടോ.
എന്നാക്കിയാ പൊടി ചേർക്കണ്ടേന്ന് വെച്ചാൽ ചേർത്ത് കുറേ നേരം വെക്കണം, പൊടി പിടിക്കാം. ഉപ്പിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അലമ്പുമ്പോൾ തന്നെ അതിൻ്റെ ഉളുമ്പൊക്കെ പൊക്കോളും. പിന്നെ ഇരുമ്പമ്പുളിയുള്ള സമയത്താണെങ്കിൽ ഇരുമ്പമ്പുളി ഇട്ട്, അത് നമ്മുടെ ശരിച്ചേച്ചി പറഞ്ഞ പ്രവീൺ ചേട്ടൻ്റെ മമ്മി എന്നോട് അതിട്ടാൽ നന്നായിട്ട് ഉളുമ്പ് പോകുന്നു. ഉപ്പിട്ട് അലമ്പിയിട്ട് വേണം വെള്ളം ഒഴിച്ച് വീണ്ടും കഴുകാൻ. അങ്ങനെ കഴുകി വെള്ളി നിറാവും. മാക്സിമം ക്ലീനായി കിട്ടി. ഇതിനങ്ങനെ വെളുപ്പധികം വരൂല, കുനുകുനുന്നുള്ളത് കൊണ്ട്. ഇച്ചിരൂടെ വലുതാണെങ്കിൽ നല്ല വെള്ളി പോലെ വരും. ഇതിന്റെ നിറ ഇതാടി, അതാ. അത് ശരി. അതുകൊണ്ട് അങ്ങനെ വരില്ല. ഇതൊക്കെ വെട്ടുന്നത് സമ്മതിക്കണം. അയ്യോ, അമ്മ കൊണ്ട് എന്തോര വെട്ടിയേക്കണേ. അച്ഛനും അമ്മച്ചിയൊക്കെ ഇവിടെ ഉള്ളപ്പോ മേടിക്കും. പിന്നെ കുഞ്ഞു നന്ദൻ ഓർക്കണ്ടോ, വെട്ടി നടുവിലി വരുന്നു. നല്ല ടേസ്റ്റാ, പക്ഷെ വറുത്ത ഞെരുഞ്ഞെരുന്നിരിക്കും. അപ്പൊ ഞാനില്ലേ കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഉപ്പ് ചേർത്തു കേട്ടോ. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്തു, ഇച്ചിരി എരിവുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഇച്ചിരി കാശ്മീരി ഇടാം കളറ് കിട്ടാൻ വേണ്ടി. പിന്നെ പെപ്പർ ചേർക്കണം, കുരുമുളക് പൊടിയെ അതും ചേർത്ത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടില്ല, ഞാൻ ഇടികല്ലിൽ ഇച്ചിരി ചതച്ചുകൊണ്ട് വരാം കേട്ടോ. അതും ചേർത്ത് തിരുമ്മി ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറക്കാൻ വലിയ താമസമില്ല, പെട്ടെന്നാവും. ചോറിനാറാകുമ്പോഴത്തേ മറത്താൽ മതി, ചൂടോടുകൂടി ഇരിക്കുമല്ലോ. അതെ, പെപ്പർ പോരെ, മതി, അത് മതി. ഒത്തിരി ആയാലും പിന്നെ അതിൻ്റെ കുത്താവും. തിരുമട്ടേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചോണ്ട് വരാട്ടോ. അതിന് മുമ്പ് ഇതൊന്ന് തിരുമട്ടേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചോണ്ട് വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാതെ തിരുമണത്. സൂചിക്കൊഴുവ അല്ലേ? മുകളിലേക്കൊന്ന് പോവുക, പൊടിയണേ ഉള്ളു, പൊടിഞ്ഞു പോകും. പക്ഷെ മുകളിൽ കിടക്കണത് നനയും, അതുകൊണ്ടാ. അകത്തേക്ക് എടുത്തിട്ടേച്ച് വരാട്ടോ. ഓടാനൊന്നും നിക്കണ്ട, ഓടാറുണ്ട്, പക്ഷെ ഇപ്പൊ ഓടല് കുറവാ. അതാ നല്ലത്. എനിക്ക് തോന്നി അതാ നല്ലതെന്ന്. ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം മറ്റേ അയ്യല്. അയാന്നാണോ അഴാന്നാണോ? ഞാൻ അഴാന്നാ പറയാറ്. അപ്പ എന്നോട് പറയും അഴയല്ല അയാ. അപ്പ എപ്പോഴും അങ്ങനെ പറയണേക്കാം. ഏതാ ശരിന്ന് പ്രേക്ഷകരൊന്ന് പറയാട്ടോ. അയ തന്നെ ആയിരിക്കും കൂടി ശരി. നമ്മളീ അഴാന്ന് പറഞ്ഞ്, ഞാൻ ഈ അഴാന്ന് പറഞ്ഞ് പഠിച്ചതുകൊണ്ട്. നമുക്ക് പോകാം, പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ടെറസ് മോള് കുഞ്ഞോളെ കൊണ്ട് അടുപ്പിക്കണം. ഇനി വന്ന ദിവസം അപ്പടി പൊടി പിടിച്ച് കിടക്കുക. ഇറങ്ങ് തെന്നരുത്. ഇവിടെ ഇത് മുഴുവൻ ഞാൻ ചിരണ്ടി കളഞ്ഞതാ. ഏതാ? ഇത് ഇങ്ങനത്തെ കുനിപ്പുള്ളത്, അതിൽ മുഴുവൻ വെള്ളം പനിച്ച് താഴത്തേക്ക് ഇറങ്ങും. ഇവിടെ സൂക്ഷിക്കണം, ചവിട്ടുമ്പോ തെന്നി വീഴും. ഇവിടെ വളരെ സൂക്ഷിക്കണമെന്നല്ല, വളരെ സൂക്ഷിക്കണം. ഇഴുകലല്ലേ, നെച്ചിലില്ലാത്തോണ്ട്. നെച്ചിലുള്ള അടുത്ത് കുഴപ്പമില്ല. നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഉല്ലസിച്ച് വന്നുണ്ട്. അതെ. എപ്പോഴാണോ ഒന്ന് പൂവിടുന്നത്? നല്ല വളർച്ചയാ. അത് പൂവിടാനൊരു കാലഘട്ടം ഇല്ലേ, ചെടി മൂക്കണ്ടേ. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ചു എന്ന് പറഞ്ഞാൽ പൂവിടേണ്ട സമയമാവാതെ നമ്മള് ഒന്ന് പൂവിട്ട് കാണാൻ കൊതിയായില്ലേ? അതെ. ഒരു ബ്രൂവിന്റെ ഉപ്പിതേ ഉണങ്ങി പൂട്ട് വെക്കണം. അപ്പയുടെ മുളക് ഇഷ്ടം പോലെ ഉണ്ടായി. ഭയങ്കര എരിവാ. ആണോ? ഭയങ്കര എരിവാ. ഞാൻ ഈ സാമ്പാറിനും മോരുകറിക്കൊക്കെ ഇല്ലേ, ഒന്നും രണ്ടും ഒക്കെ പിളർന്നു തോന്നും. നല്ല എരിവാ. പക്ഷെ കളർ കണ്ടപ്പോഴേ, വെയിലായിട്ടുള്ള കളർ കണ്ട് ഞാനോർത്ത് എരിവില്ലായിരിക്കും. നമ്മുടെ വീഡിയോയിൽ കണ്ടപ്പോ ഒരാള് പറിക്കണേന് മുമ്പ് തന്നെ പറഞ്ഞു കേട്ടോ, ഇത് നല്ല എരിവുള്ള മുളകാട്ടോ. അവർക്കറിയാം, അവരുടെ വീട്ടിലുണ്ടാവും അത്. എനിക്ക് ആ സെറാമുളക് വലിയ ഇഷ്ടമായിരുന്നു. സെറാമുളകില്ലേ, പച്ചമുളകാന്നോർത്ത് തൈ മേടിച്ച് നട്ടട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പേ അത് ഉണ്ടായി കഴിഞ്ഞിട്ട് ശുശ്രൂഷിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം അപ്പയോട് ഞാൻ പറയാം, അതിൻ്റെ ചൂട്ടിലുള്ള കടയിഞ്ച
ഒന്നും ചെത്തി എനിക്ക് നടക്കായിരുന്നു എന്ന് പറയുമ്പോ അപ്പൊ പറയും യൂസ്ലെസ് മുളകാന്ന്. അതെന്നാന്നോ ഇങ്ങനത്തെ പച്ചമുളകാന്ന് ഓർത്ത് കൊണ്ട് വെച്ചപ്പോ അതായിപ്പോയത് പൊതിച്ചില്ല. നല്ല മുളകായിരുന്നത്. അപ്പൊ അതിന്റെ തൈ ഇപ്പൊ കിട്ടാനില്ല. അല്ലെങ്കിൽ ഞാൻ മേടിച്ചു പറഞ്ഞ ചട്ടിയിൽ വെച്ചേനെ, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ ഇതുപോലെ വെച്ചേനെ. കാണാൻ നല്ല ഭംഗിയല്ലേ. മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നു. ആ മുകളിലേക്കും പൊങ്ങി നിൽക്കും. നല്ല ഭംഗിയല്ലേ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. അപ്പൊ നോക്കിയിട്ടേ ഇല്ല. കാട്ടി പിടിച്ചായിരുന്നു അതിന്റെ ചൂട്. അപ്പയ്ക്ക് നല്ല എരിവുള്ള മുളകാന്ന് തോന്നുന്നു ഇഷ്ടം. അതുകൊണ്ടല്ല, അപ്പയ്ക്ക് പച്ച തന്നെ വേണം. വേറെ കളർ അങ്ങനെ ഇഷ്ടമല്ല. വെള്ളമുളക് എപ്പോഴും പറയില്ലേ എന്തിനാ കൊള്ളാന്ന്. എനിക്കിഷ്ടമല്ല. പല വെറൈറ്റി. ഈ വേണ്ടി വെള്ളക്കാന്താരി ഇങ്ങോട്ട് എന്തോരം ഉണ്ടായിരുന്നു. ഇതേ ഒന്നിനും വേണ്ടിയല്ല, ഇന്നത്തെ കറികളിൽ ഒരു ഐറ്റം കാണിക്കണതാ. എനിക്ക് മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായി. അതിൽ ഏത്തക്ക, നാടൻ ഏത്തക്ക മേടിക്കുന്ന. നമുക്ക് ഏത്തവാഴ കൃഷി ഇല്ല കേട്ടോ. ഈ അച്ചിങ്ങയില്ലേ ഇതിൽ കിടക്കണേ, ഞാൻ എന്റെ വീട്ടിലുണ്ടാക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച പ്രേക്ഷകരോട് പറഞ്ഞില്ലേ. വൻപയറും ഏത്തക്കായും കൂടെ ഉലർത്തിയപ്പോ ഞാൻ പറഞ്ഞില്ലേ ഏത്തക്കായുടെ കൂടെ അച്ചിങ്ങ ഇട്ട് ഉലർത്തൂന്ന് എന്റെ വീട്ടില്. അങ്ങനെ അപ്പയുടെ പയറും തോട്ടത്തിൽ നിന്ന് കട്ട് പറിച്ചെടുത്തോ ഞാൻ. അപ്പ ഉണരുന്നതിന് മുമ്പ് ഞാൻ പറിച്ചെടുത്തു. 7 പയറേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടായി വന്നെയുള്ള 7 എണ്ണവും പറിച്ച് 2 ഏത്തക്കായും കൂടെ ഇട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയതാ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊരു പ്രത്യേക രുചി. എനിക്ക് വൻപയർ ഇട്ടുണ്ടാക്കണ അത്ര ഇഷ്ടമല്ല. ഇവിടത്തെ അമ്മച്ചി വൻപയറും കപ്പങ്ങയും കൂടെ പുലർത്തണവർക്കുണ്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അത് വലിയ കുഴപ്പമില്ല. എനിക്കിഷ്ടം. വലിയ കുഴപ്പമില്ലെന്നല്ല, എനിക്കിഷ്ടം. ദേ മഴ പോയി വെയിൽ വന്നു. ഇപ്പൊ ഇനി മഴ എങ്ങാഞ്ഞോ വന്നു കഴിഞ്ഞാൽ ഞാൻ വാക്കത്തിയും കൊണ്ട് വെട്ടും. ഇനിയിപ്പൊ പക്കത്തിൽ കയറി പുറത്തേക്ക് എത്തറുണ്ട്. മകാനാശം. അവിടെ കിടന്ന് ഉണങ്ങും. പക്ഷെ ഇങ്ങനെ വെയിലത്തുണങ്ങിയ നല്ലൊരു ഗുണമുണ്ട്. അതുകൊണ്ട് അതെ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കൊഴുവയ്ക്ക് വരട്ടാം നമുക്ക് ഇതിലേക്ക്. എന്നിട്ട് അതൊരു അരമണിക്കൂർ ഇരിക്കണം. 12-ന് വറക്കാം കേട്ടോ. ഇതിലേക്ക് പിടിക്കണം. ഈ ഇടിയല്ലേ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഒന്നും ഉലർത്തണില്ല. ഇടിയല് ഇതാക്കി വെക്കണം, കഴുകി വെയിലത്തേക്ക്. അതെ ചേർക്കുവാണേ. ഒരു തലം ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉള്ളവർ പേസ്റ്റ് ചേർക്കുക, അല്ലാത്തവര് ചതച്ച് ചേർക്കുക. ഇതിൽ വേപ്പില അതിൽ ഇരുന്നതാണ് ഒരു ദളം കിടക്കുന്നത്, ഒരില കിടക്കുന്നത്. വറക്കാൻ നേരത്ത് വേപ്പില ചേർക്കാം കേട്ടോ. അപ്പം ഇനി അവൻ അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ അല്ലേ. മൂടി നമുക്ക് വെക്കാം. നല്ല രസമല്ലേ ചെറുത് കാണാൻ. ചെറുതിന് ഏറ്റവും ടേസ്റ്റ്, കൊഴുവ ഏറ്റവും രുചി ചെറുതിനാണ്. നീ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്തെടുക്കൽ മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട്. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് ഇങ്ങനെ കിട്ടണോണ്ട് ആശ്വാസമായി. പിന്നെ അവനവിടെ ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ. ഈ ഒരു ദിവസം 10 പ്രാവശ്യം ടെറസ് മോളിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഇല്ലാത്ത രോഗങ്ങളെല്ലാം വരും. പക്ഷെ എനിക്ക് വെയിൽ വരുമ്പോ ഈ തുണി ഇങ്ങനെ വെയിലത്തൊന്ന് ഇടണമെന്നൊരു മനോനിലവാരാണ്. എന്നെ ചെയ്യണേപ്പ അത് എന്റെ കൂടപ്പുറപ്പായി പോയി. അത് മാറ്റാൻ പറ്റൂല. വെയിൽ വരുമ്പോ ഞാൻ ഓട്ടി കയറി ഇടും, മഴ വരുമ്പോ വേഗം കയറി ഓടിലേക്ക് വിടും. അപ്പൊ ഇന്നലെ ആ പുള്ളിക്കാരി കുഞ്ഞോള് 2 പ്രാവശ്യം കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു എന്റെ പ്രശ്നങ്ങൾ കാരണം. അതിനറിയാലോ എന്റെ പ്രശ്നം. ചേച്ചി അവിടെ കിടന്ന് ആടി ഒലയൂല്ലേന്ന് ചോദിച്ചു. ആടിയും മറ്റേ ഒലയും, പക്ഷെ വെയിലൊന്നും കണ്ടാ ഗുണമൊന്നും വേറെയാന്ന് പറയും. ഇപ്പൊ ഇനി വരാ ഈ ജയിൽപ്പുള്ളികളെ നോക്കുമ്പോൾ ശരി. വേറൊരു സംഭവം കാണിച്ചു തരാം. നീ വന്നിട്ട് കുത്തിക്കളയാനിരുന്നാ നോക്കിക്കേ. ഒരു കാര്യം ചെയ്യാവോ? അവിടെ നിന്നാ അവിടെ മുനയുള്ള കത്തിയിരിപ്പില്ലേ ബലമുള്ളേ, അതിങ്ങെടുത്തേ. കുത്തി ഇപ്പൊ തന്നെ കളഞ്ഞേച്ചു വരാം. ഇപ്പൊ വേട്ടാവിളീനയിലില്ല. വേട്ടാവിളീനാ, കുളവിയല്ല. ആയുധം കിട്ടിയത് കണ്ടോ? ഇത് ആയുധം തന്നു. ആയുധം മറ്റേ സൂക്ഷിച്ചു വേണം. കണ്ടോട്ടോ. അത് എങ്ങോട്ട് വീടാതെ ഞാൻ ഇച്ചിരി ഇങ്ങനെ നീക്കൂട്ടോ. എനിക്ക് അവിടെയൊക്കെ പിന്നെ ക്ലീൻ ആക്കുന്നുണ്ട്. വേട്ടാവളി കണ്ടെങ്കിൽ കടിപ്പില്ല. അത് വേട്ടാവളിന്റെ അല്ല, ചുമ്മാ ഈ ചെറിയ ഇതിന്റെ. അത് കുഴപ്പമുള്ളതല്ല. അത് ഈ മച്ചേല് വരൂലേ അതിന്റെ. കഴിഞ്ഞു. ഇവിടെ ക്ലീൻ ആക്കിയാൽ മതി. ഓക്കെ. തവേലേ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഇത് എന്താ കറിവേപ്പില അടിയിലിട്ടിട്ടുണ്ട്. ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നതാട്ടോ. മീതെ കറിവേപ്പില ഇടുന്നതിൽ നല്ലത് മീൻ വറക്കുമ്പോൾ അടിയിൽ കറിവേപ്പില ഇട്ട് അതിന്റെ ടേസ്റ്റ് നന്നായിട്ട് മീനിലേക്ക് പിടിക്കുമെന്നാണ്. അത് ഒരു പ്രാവശ്യം നമ്മൾ 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് അതിന്റെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞത് വളരെ കറക്റ്റാണ്. വേപ്പിലയുടെ ടേസ്റ്റും എല്ലാം അതിലേക്ക് ഇറങ്ങണുണ്ട് കേട്ടോ. ഒരു സ്മെല്ലും ഒക്കെ കിട്ടും അത് വറക്കുമ്പോ. ഇനിയിപ്പൊ തീർന്നു. ഞാൻ ആദ്യമേ
ചെറിയ തവ എടുത്തത്. അപ്പോൾ എനിക്ക് തോന്നി അതിന് മതിയാവൂല എന്നാ. കാരണം ശരിക്കും വൃത്തിയായിട്ടത് മറിച്ചിടാനൊക്കെ അറിയാവുന്നവർ അതിൽ ചെയ്താൽ ചിലപ്പോൾ അതിൽ ഒതുങ്ങാനുള്ളതേ ഉള്ളൂ. എൻ്റെ ഭാഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന് സാധിക്കൂല. എനിക്കിങ്ങനെ കൂത്തി ഇളക്കിയൊക്കെ മറിക്കണം. നിങ്ങൾ കാണുന്നതല്ലേ എൻ്റെ പരിപാടി. എന്തായാലും കുറെ ഗ്യാസിലേക്ക് കിടക്കും. അപ്പൊ ഏതായാലും തവ വേറെ ഉണ്ടല്ലോ എന്നോർത്ത് വലുതെടുത്ത് വെച്ചതാട്ടോ. എനിക്ക് ക്ഷമ ഇല്ല. പിന്നെ ഇളക്കുമ്പോൾ ചെറിയ പാത്രമാണെങ്കിൽ അതുകൊണ്ടാട്ടോ. ഇനി അതായിക്കോട്ടെ, ഇനി കാണിക്കാം. വെന്ത് കഴിയുമ്പോൾ കാണിക്കാം. ഇതൊക്കെ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമല്ല. പിന്നെ ഈ കൊഴുവയുടെ ഇതായതുകൊണ്ടൊന്ന് കാണിച്ചതാട്ടോ. ഓക്കെ, ഇനി കൈയൊക്കെ ക്ലീനപ്പ് ആക്കട്ടെ. അതെ, സൂചി കൊഴുവ റെഡിയായി. ഇനി നമുക്ക് എണ്ണ വാലാന്തേ ഇതിലേക്ക് ടിഷ്യൂ വെച്ചേച്ച് ഇതിലേക്ക് അങ്ങ് വെക്കാം. ഞാൻ സ്റ്റീൽ പ്ലേറ്റിലാണ് എപ്പോഴും എടുക്കാറ് ഇങ്ങനെയുള്ള സംഗതിയൊക്കെ. അപ്പൊ എപ്പോഴും സ്റ്റീൽ പ്ലേറ്റിൽ എടുത്തപ്പോ എനിക്ക് തോന്നി ഇന്ന് വേറെ ഒരു പ്ലേറ്റ് മിൽസേഫിന്ന് എടുക്കാന്ന്. അപ്പൊ വേറെ ഒരു ബൗളിലേക്ക് എണ്ണ എടുക്കണം. ഇതൊക്കെ കുറെ നാള് മുമ്പുള്ള ബൗളുകളാട്ടോ. ഞാനൊരു മടിച്ചിയാന്ന് നിങ്ങളോട് പറയാറില്ലേ. എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളപ്പോ ഈ പാത്രങ്ങളൊക്കെ എടുക്കും. ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സ്റ്റീലിന്റെ പാത്രത്തിലാണ് കഴിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അറിയാം, കൃത്യമായിട്ട് കാണുന്നവർക്ക് അറിയാം. അപ്പം എന്നിട്ട് പിന്നെ കഴുകി വർക്ക് ഏരിയയിലുള്ള ഷെൽഫിലേക്ക് അങ്ങ് അല്ല സ്റ്റാൻഡിലേക്ക് അങ്ങ് വെച്ചാൽ പിന്നെ വെള്ളം മാറുന്ന അവിടെ ഇരുന്നോളും. അപ്പം ഇതിൽ കൊള്ളൂല്ലോടി. മാറ്റാം, ശരിയാക്കാം. നമുക്ക് ഒതുക്കി വെക്കാം. കുത്തി നിറച്ചങ്ങ് വെച്ചാലോ? കുത്തി നിറക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കുത്തിയൊന്നും നിറക്കണ്ട. ഇത് ഇങ്ങനെ ഇച്ചിരി പൊങ്ങിയിട്ടോട്ടെ. ഫുഡ് കവർ കൊണ്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ കുഴപ്പമില്ല. ഉണ്ട്. ടിഷ്യൂ വലുതായതുകൊണ്ട് ഞാനങ്ങ് മടക്കി വെച്ച. അത് ഈ എണ്ണ പാലാനില്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ വലിയ എണ്ണ കൂടി അതിനില്ല. അങ്ങനെ ടേസ്റ്റി ആട്ടോ. സൂചിക്കൊഴുവ ഏറ്റവും നല്ല രുചി എന്ന് അപ്പ എപ്പോഴും പറഞ്ഞ വളരെ കറക്റ്റാ അല്ലേ. കൊഴുവകളിൽ ഏറ്റവും ടേസ്റ്റി സൂചിക്കൊഴുവയാന്ന് പറയും. പക്ഷെ നന്നാക്കാൻ ഒരു കാലഘട്ടത്തിൽ ഞാൻ നന്നാക്കുമായിരുന്നു. എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടപ്പ. കുറച്ചിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്നാ ചെയ്യണ്ടേന്നുള്ളതിനെ പറ്റിയുള്ള വർണ്ണന പറയാൻ ഒരുപാടുണ്ട്. നല്ല രുചിയാ. കിരികിരൂന്നിരിക്കും. ചിപ്സ് പോലെ ഞെരുങ്ങൂന്ന അല്ലേ. നല്ല ടേസ്റ്റാ. നല്ലതാ. അപ്പൊ ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറഞ്ഞോളൂ. ഇനി മൂടി വെച്ചേക്കാം. കഴിക്കാൻ നേരത്തെ എടുക്കാം. കൃത്യം 1 മണി. 1:30 ഞങ്ങൾ ഉണ്ണും. ഓക്കെ. പലപ്പോഴും വലിയ വലിയ നുറുക്ക് മീനുകളെക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കൊഴുവ മീനുകൾക്കാണെന്ന് തോന്നിയവരുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ വെട്ടാൻ മാത്രമാണ് ഇത്തിരി പാടുള്ളൂ. ഒരു കുഞ്ഞു മീനായതുകൊണ്ട് വെട്ടിക്കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. കൊഴുവ വറുത്തത് ഞാൻ കൈ കൊണ്ടാട്ടോ എടുക്കണം. അതിനകത്ത് ടിഷ്യൂല് വെച്ചുകൊണ്ട് സ്പൂൺ ഇട്ടിളക്കിയാൽ പിന്നെ അത് ശരിയാവൂല. അതുകൊണ്ടാണ് സൂചിക്കൊഴുവ വറുത്തത്. കൊതി വരുന്നുണ്ടോ? അല്ല, കഴിക്കാൻ പോവല്ലേ. പിന്നെ പ്രേക്ഷകർക്ക് കൊതി വരുന്നുണ്ടെങ്കിൽ പറഞ്ഞേരേട്ടോ. പ്രേക്ഷകരോട് ചോദിച്ചതാണ്. ഞാനവർക്ക് നീ എന്നോട് പറഞ്ഞാണ്. ഈ ഇങ്ങനെ മഴ പെയ്യണ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ കഴിക്കാൻ ആർക്കാ താല്പര്യമൊന്നൊന്നാ ഷെയർ ചെയ്യും. എല്ലാവർക്കും തന്നെ താല്പര്യമായിരിക്കും ഉച്ച സമയത്ത്. ഇച്ചിരി ചൂടാറിപ്പോയി കൊഴുവയുടെ. കാരണം ഞങ്ങൾ കൃത്യം 1 മണിക്ക് വാങ്ങി. പക്ഷെ അപ്പൊ തുറച്ച് നോക്കിയാ സാധനങ്ങൾ മേടിക്കാൻ പോയെ. 1:30 കഴിഞ്ഞ് വന്നപ്പോ പിന്നെ അന്നേരത്തേക്ക് ഞാൻ പെട്ടെന്ന് മഴ വന്നപ്പോ തുണി എടുക്കാൻ ഓടി. അത് കാരണം ഞെരുഞ്ഞെരുന്നിരിക്കണം. സൂചിക്കൊഴുവ കണ്ടത് നല്ല ടേസ്റ്റി. അപ്പൊ അഭിപ്രായം ചോദിച്ചേ. വറുത്ത് കഴിഞ്ഞപ്പോ കുഞ്ഞായി മാറി. അല്ലെങ്കിൽ തന്നെ കുഞ്ഞനാണല്ലോ. അതെ 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 അതെ. അല്ലെങ്കിൽ തന്നെ സാധനം കുഞ്ഞനാ. വറുത്ത് കഴിഞ്ഞപ്പോ ഇച്ചിരി കൂടി കുഞ്ഞായി. ഇതുപോലെ തന്നെ മമ്മിയുടെ അടുത്തല്ലേ അപ്പ ചെല്ലുമ്പോ കഴിക്കാൻ കൊടുക്കണത്. അതാണ് അപ്പ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയണത് ഇതിനെ കുറിച്ച്. മമ്മി ഒരു പ്ലേറ്റിൽ എടുത്തോണ്ട് കൊടുക്കും അപ്പയ്ക്ക് കഴിക്കാൻ. വെറുതെ കഴിക്കോ? കുഞ്ഞിനാണേലും നല്ല രുചിയാല്ലേ. മുള്ളൊന്നുമില്ല. മുള്ളുണ്ടെങ്കിലും ഞെരുന്ന് അങ്ങ് കടിച്ച് തിന്നാം. വലിയ മീനുകളെക്കാൾ കൂടുതൽ കുഞ്ഞ് ഇതുപോലെ മീനുകൾ ഇഷ്ടമുള്ളവരാരൊക്കെയാണ് പറയണേ? അതെ അതെ അതെ. ഇത് സീ ഫുഡ് ലഞ്ചാ. മീനിന്റെ പരിപ്പുണ്ട് അമ്മ പറഞ്ഞ പോലെ.